നല്ല കുറച്ച് അടിപൊളി കാന്തല്ലൂർ ഫ്രൂട്ട്സുകൾ പരിചയപ്പെട്ടാലോ? നമ്മുടെ കാന്തല്ലൂർ ഫാമിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കേട്ടോ അതൊക്കെ. കാന്തല്ലൂർ ശരിക്കും നല്ല നല്ല തണുപ്പുള്ള ഏരിയയാണ്. നമ്മുടെ വയനാടിനേക്കാളൊക്കെ തണുപ്പുള്ള ഏരിയയാണ് കേട്ടോ. കാന്തല്ലൂർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ബോർഡറാണ്. ബെസ്റ്റ് ടൂറിസം വില്ലേജ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൻ്റെ മലയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കൊടൈക്കനാലൊക്കെയാണ് വരുന്നത്. ഇത് അവിടുത്തെ പേരയ്ക്കാണ് കേട്ടോ. ഉള്ളിൽ നല്ല റെഡ് കളറാണ് വരുന്നത്. ഒന്നുകൂടി നമ്മളെ ഇവിടുത്തേക്കാളും ഒന്നുകൂടി റൗണ്ട് ഷേപ്പിലേ വരുന്നുണ്ട്. പക്ഷേ ടേസ്റ്റ് പറഞ്ഞാൽ കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ. ഇത് അവിടുത്തെ ഒരു ടൈപ്പ് ഓറഞ്ചാണ്. നല്ല യെല്ലോ കളറാണ്. നമ്മളെ മുസമ്പിനോടാണ് കൂടുതൽ സാമ്യം തോന്നുന്നത് കേട്ടോ. ഇതും പുളിയുണ്ട്, അധികം മധുരമൊന്നും ഇല്ലാത്തൊരു ടൈപ്പാണ്. ഇത് നമ്മുടെ ആത്തച്ചക്ക അല്ലെങ്കിൽ സീതപ്പഴത്തിൻ്റെയൊക്കെ ഫാമിലി ഉള്ളതാണ്. പക്ഷെ ഒന്നുകൂടി നല്ല മധുരമുണ്ട്, അത്ര പൊടിയില്ല കേട്ടോ. ഇത് പഴുത്ത് കഴിയുമ്പോഴേക്കും പുറമെല്ലാം ഒരു ഡാർക്ക് കളറിലേക്ക് വരും. നല്ല മധുരമാണ് കേട്ടോ. സീഡ് കുറച്ചുകൂടി വലുപ്പമുള്ള സീഡാണ്. നമ്മുടെ സാധാ ആത്തച്ചക്കയല്ല, വലുപ്പമല്ല, കുറച്ച് വീതിയുള്ള സീഡാണ് കേട്ടോ. സീഡ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ടേസ്റ്റി ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. ഇതൊരു വെറൈറ്റി ടൈപ്പ് പാഷൻ ഫ്രൂട്ടാണ്. നല്ല മധുരമാണ്. പുളി എന്ന് പറഞ്ഞാൽ ഒരു ഫീൽ ഇല്ല ഇതിന് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പാഷൻ ഫ്രൂട്ടിന് ചെറിയൊരു പുളിയോട് കൂടിയ മധുരമാണല്ലോ. പിന്നെ കാന്തല്ലൂർ പറയാൻ വിട്ടുപോയ വേറെ ഫ്രൂട്ട് നമ്മുടെ സ്ട്രോബെറി കേട്ടോ. നല്ല അടിപൊളി സ്ട്രോബെറി വിളയുന്ന സ്ഥലമാണ്. നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടിയില്ല ഇപ്രാവശ്യം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് അവിടെ കുറച്ച് വെറൈറ്റി ഫ്രൂട്ടായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.